ഗായ്സ്, ഇടക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണിപ്പോൾ. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം. അതുകൊണ്ട് ഞങ്ങൾ എന്നും വൈകിട്ട് ഇവിടെ പ്രോഗ്രാം കാണാനും ലൈറ്റ് കാണാനും തൊഴാനും ഒക്കെ വരാറുണ്ട്. നല്ലൊരു വൈബാണല്ലേ ഈ അമ്പലത്തിലെ ഉത്സവ സമയത്ത്. ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷനും ആൾക്കാരും ബഹളവും ചെണ്ടമേളവും കൂടെ ഉള്ള ഒരു അടിപൊളി ഫീൽ. ഇവിടുത്തെ ഈവനിങ് പ്രോഗ്രാംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 1 മണിക്കൂർ ഏതെങ്കിലും പ്രൊഫഷണൽ ഗ്രൂപ്പിൻ്റെ തിരുവാതിരയോ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അത് കഴിഞ്ഞുള്ള 2 മണിക്കൂർ ഇവിടെ അടുത്തുള്ള അസോസിയേഷനിലെ ആൾക്കാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഓരോ ദിവസവും ഓരോ അസോസിയേഷന് നൽകും. ഇതേ കണ്ടു, ഇന്ന് ഞങ്ങളുടെ അസോസിയേഷന്റെ കലാപരിപാടികളാണ്. ഞാനൊരു ഡാൻസും ഞാനും ബാവച്ചിയും കൂടെ ചെറിയൊരു ഡബ് സ്മാഷും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സ്കൂൾ അല്ലാതെ പുറത്തുനിന്ന് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അതിന്റെ നല്ല ടെൻഷൻ എനിക്കുണ്ട്. ആദ്യം തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. എല്ലാം നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. ഇനി നമുക്ക് പ്രോഗ്രാംസ് കാണാം. ഇടക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങള്, പ്രിയപ്പെട്ട നാട്ടുകാർ, ചൈതന്യ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു കലാവിരുന്ന് ഒരുക്കാൻ അവസരം നൽകിയ ഈ ക്ഷേത്ര ഭാരവാഹികളുടെയും ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെയും നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനും അതിൻ്റെ നിയന്ത്രണത്തിനും നന്ദന, നമ്മുടെ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ശ്രീ വേണുഗോപാലിന്റെ മകളായ ശ്രീ നന്ദനയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ കലാപരിപാടി വൻപിച്ച് വിജയമാക്കുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ, പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദനയ്ക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദന. ഇടക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ ഈ മനോഹരമായ സായം സന്ധ്യയിൽ അമ്മയെ നമിച്ചുകൊണ്ട് മണ്ണാമൂല ചൈതന്യ റെസിഡൻസ് അസോസിയേഷനിലെ കൊച്ചുമിടുക്കികളും മിടുക്കന്മാരും മുതിർന്ന കലാകാരന്മാരും കലാകാരികളും അണിയിച്ചൊരുക്കുന്ന കലാവിരുന്ന് ഇവിടെ തുടങ്ങുകയായി. ഈ ഒത്തുചേരലിന് വേദി ഒരുക്കി തന്ന ഇടക്കുള ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കും ബഹുമാന്യരായ ഭാരവാഹികൾക്കും നമ്മുടെ അഗാധമായ നന്ദി രേഖപ്പെടുത്തും. ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ കലാവിരുന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും കയ്യടിയിലൂടെ ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കലാവിരുന്ന് ആരംഭിക്കുന്നു. ആദ്യമായി ഞങ്ങൾ ആരംഭിക്കട്ടെ. കേരളത്തിന്റെ മാത്രം തനതു കലയായ തിരുവാതിര. അരങ്ങിൽ നിറ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം ശ്രീമതി ഹണി, ശ്രീമതി സ്മിത, ശ്രീമതി ശോഭ, ശ്രീമതി സോഫി, ശ്രീമതി റാണി, ശ്രീമതി മിനി, ശ്രീമതി ജിത, ശ്രീമതി ആശ. ശിവനം നിറയും പ്രണവം ചിന്മയ രൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ. ശിവനം നിറയും പ്രണവം ചിന്മയ രൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ. ദേവദേവ പാതി പാടാനൊന്നു ചേർന്നിടാം. പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാം. നമ ശിവായ മംഗളം മംഗളം മംഗളം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാശ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ പാദമായി ഗാനമോ പാടമായി മുന്നിൽ നീ പുലർതെന്നെയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ആയിരം കണ്ണുമായി കാത്തിരുന്ന നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിങ്കിളി. എത്തുന്നു ശ്രീഹർഷ, നക്ഷത്ര,
അലേഖ്യ, സാൻവി, വാസവി. ആഴ്വാർക്കോവിൽ കൊടിയേറാനാ നിറനിറക്കാലം കൊയ്യാൻ നേരമാ തഴമ്പൂമുട്ടുണ്ട് തഞ്ചാവൂർ പട്ടുണ്ട് പിന്നുമാവാനും തുമ്പിൽ കൊഞ്ചം കടമായി തരുമോ തരുമോ വായോ നീ മാറിച്ചായോ ആദ്യ പ്രണയ ജോഡികൾ കൃഷ്ണനും രാധയും ഈ ആധുനിക യുഗത്തിലും മനുഷ്യ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന രാധാകൃഷ്ണ പ്രണയ ലീലകളിലേക്ക് சரி வரட்டும் காது வாடும் மனதிடம் உனக்காக எங்கும் ராதாரா உனக்கென ராதாரா உனக்கு ஒரு ராதாரா ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ സുന്ദരതര വിരാഗധര സുന്ദരതര எனும் நாமங்கள் முன்பு செய்த பழிக்கு துணை அவன் பன்னிரு தோளும் பயந்த தண்ணி வலிக்கு துணை வடிவேலும் செங்கோடன் மயூரமும் வண்ணமயிலேறும் எங்க வடிவேலோ കണ്ടൻ ഉമ്മை കാണ ദിനമോടി വരുവേ. ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ നൃത്തവുമായി എത്തുന്നു ശ്രീമതി ആശ. എന്ന സിനിമയിലെ മോഹം കൊണ്ടു ഞാൻ എന്ന മനോഹര ഗാനവുമായി എത്തുന്നു ശ്രീകൃഷ്ണ പ്രസാദ്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേതോ പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം ഒരു തകർപ്പൻ സോളോ ഡാൻസ് കാണാം. അതിനായി ശ്രീഹർഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വൈശാഖ സന്ധ്യേ
നിൻ ചുണ്ടിലെന്തേ അരുമസഖി തന്നതര കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും മാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖി തന്നതര കാന്തിയോ. സ്ക്രീനിൽ മാത്രം ശോഭിക്കുന്ന ഒരു കലയാണ് ഡബ് സ്മാഷ്. ഇവിടെ നിങ്ങൾക്കായി അതിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ കൊച്ചുമിടുക്കി ഗീതിക. ഗീതികയോടൊപ്പം തന്നെ വേദിക, ഗൗതമി, ആരാധിക, ആരവ്. നിറഞ്ഞ കയ്യടിയോടെ ഈ കൊച്ചു കലാകാരികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബസ്സിൽ കൊടുക്കാൻ കാശില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നടന്നത്. Today's topic is photosynthesis. So what is photosynthesis? Today's topic. താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്നാസ്. വിമാനം കണ്ടുപിടിച്ചത് ആര്? ലെഫ്റ്റ് സഹോദരന്മാർ. ലെഫ്റ്റ് അല്ല, റൈറ്റ് സഹോദരന്മാർ. കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് പോയ കാര്യം പറഞ്ഞേ. ലെഫ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവർ പിന്നെ പറഞ്ഞേക്കോ? കുഞ്ഞിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സ്കൂള് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്താണ് മാത്രം. അമ്പിളി എന്ന സിനിമയിലെ ആരാധിക എന്ന ഗാനവുമായി എത്തുന്നു ഞങ്ങളുടെ സ്വന്തം അൻഷ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊമ്പിട് കുറുങ്കുടൽ കൊഴിച്ചു തപ്പിട്. അച്ഛനും മകളും ചേർന്നൊരു ഡ്യുവറ്റ് ആണ് അടുത്തത്. മഴവെല്ലിൻ മലർ തേടി എന്ന ഗാനവുമായി എത്തുന്നു ശ്രീ അനിൽ കൃഷ്ണനും നവമി ചേച്ചി. മഴവില്ലിൻ മലർ തേടി മണിമാനിൻ അതിർ തേടി. മഴവില്ലിൻ മലർ തേടി മണിമാനിൻ അതിർ തേടി ഒരു രാജഹംസമോ അനുരാഗവേദിയിൽ. ജീനിലെ ഗായിക എന്ന ഗാനവുമായി എത്തുന്നു ശ്രീമതി ശൈലജ മുരളി. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ
ഇതളികളായി പരിവിടന്നൊരു ഭാവുകമരുള. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനത്തെ അടിപൊളി ഗാനത്തിലേക്ക് കടക്കാം. സ്വാഗതം ചെയ്യാം ശ്രീ ജയനെയും ശ്രീ രാജേഷിനെയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ദി. വേൽമുരുക വേലായുധ ഹരോഹര. സൂര്യൻ മഴയുടെ എമ്പല തൊട്ടിക്കോലം കൊള്ളും നാളും വീരൻ മഴയുടെ മുൻമുടി എത്തിക്കൊട്ടിക്കേറും അങ്ങനെ ഞങ്ങളുടെ അസോസിയേഷന്റെ വൈബ്രന്റ് എനർജറ്റിക് കളർഫുൾ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. ടാറ്റാ ബൈ.